നമസ്കാരം. ഇന്ത്യ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിന്റെ വക്കിലാണ്. ഇത് ഇലോൺ മസ്കിന്റെ കമ്പനിയായ സ്റ്റാർലിങ്കിന് വിപണിയിൽ പ്രവേശിക്കാൻ വഴിയൊരുക്കുന്നതുമാണ്. എന്നിരുന്നാലും അംഗീകാരം ലഭിക്കുന്നത് മസ്കിന് എളുപ്പമായിരിക്കില്ല. രണ്ട് പ്രധാന ഇന്ത്യൻ ടെലികോം കമ്പനികളായ എയർടെലും ജിയോയും സ്റ്റാർലിങ്കിന്റെ പ്രവേശനത്തെ എതിർക്കുന്നവരാണ്. 2022 ഒക്ടോബർ മുതൽ സ്റ്റാർലിങ്ക് അതിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിൽ ലഭ്യമാക്കാൻ സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങാൻ ശ്രമിച്ചുവെങ്കിലും ആവശ്യമായ അനുമതികൾക്കായി കാത്തിരിക്കുകയാണ്. സ്റ്റാർലിങ്കിന് പുറമെ മറ്റൊരു കമ്പനിയായ ആമസോൺ കൈപ്പറും രാജ്യത്ത് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിൽ നിന്ന് ഇതിനകം അനുമതി ലഭിച്ച എയർടെലും ജിയോയും സ്വന്തം സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. സ്പെക്ട്രം എന്നറിയപ്പെടുന്ന ആവശ്യമായ ഫ്രീക്വൻസി ലഭിച്ചാലുടൻ അവ വിക്ഷേപിക്കാൻ തയ്യാറാണ്. സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി സ്പെക്ട്രം അനുവദിക്കുന്നത് സംബന്ധിച്ച് വിവിധ കക്ഷികളിൽ നിന്ന് അഭിപ്രായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വാർത്താവിനിമയ സഹമന്ത്രി അടുത്തിടെ പാർലമെന്റിനെ അറിയിച്ചിരുന്നു. ഡിസംബർ 15-നകം ടെലികോം റെഗുലേറ്ററിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രധാന അപ്ഡേറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ജിയോയും എയർടെലും ഒരു ലേലത്തിലൂടെ സ്പെക്ട്രം സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ സ്റ്റാർലിങ്ക് വ്യത്യസ്തമായ സമീപനമാണ് ഇഷ്ടപ്പെടുന്നത്. ഉൾപ്പെട്ട എല്ലാവർക്കും അനുയോജ്യമായ ഒരു പരിഹാരമാണ് സർക്കാർ തേടുന്നത്. എന്നിരുന്നാലും ലേലത്തിനു പകരം ഭരണപരമായ തീരുമാനങ്ങളിലൂടെ സ്പെക്ട്രം വിനിയോഗം നടക്കുമെന്ന് നേരത്തെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സാറ്റലൈറ്റ് ഇന്റർനെറ്റിന്റെ ആമുഖം ഇന്ത്യയിലെ കണക്ടിവിറ്റിയെ പരിവർത്തനം ചെയ്യും. പ്രത്യേകിച്ച് പരമ്പരാഗത മൊബൈൽ നെറ്റ്വർക്കുകൾ എത്താത്ത വിദൂര പ്രദേശങ്ങളിൽ, മലയോര അല്ലെങ്കിൽ വനപ്രദേശങ്ങൾ പോലുള്ളവയിൽ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നതിന് ഉപയോക്താക്കൾക്ക് മൊബൈൽ ടവറുകളോ ഫൈബർ ഒപ്റ്റിക് കേബിളുകളോ ആവശ്യമില്ലാത്തതിനാൽ കൂടുതൽ ആളുകളെ ഓൺലൈനിൽ എത്തിക്കാൻ അനുവദിക്കുന്നതിനാൽ ഈ സേവനം അടിയന്തര ഘട്ടങ്ങളിൽ ആശയവിനിമയം മെച്ചപ്പെടുത്തും. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ജിയോ ഹോട്ട്സ്റ്റാർ ഡൊമെയിൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ റിലയൻസിന്റെ വയാകോം 18 മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡും ഡിസ്നി ഹോട്ട്സ്റ്റാറും തമ്മിലുള്ള ലയനത്തിനിടെയാണ് ഈ ഡൊമെയിൻ ഡൽഹിയിലെ ഒരു ടെക്കി സ്വന്തമാക്കിയിരുന്നത്. പിന്നീട് ഇത് ദുബായിലെ സഹോദരങ്ങളുടെ പക്കലെത്തി. എന്നാൽ ഇതിനു പകരം കമ്പനി jiostar.com എന്ന വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിരുന്നു. ഇപ്പോൾ ബ്രാൻഡ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചാണ് റിലയൻസ് ഈ ഡൊമെയിൻ നേടിയെടുത്തതെന്നാണ് സൂചന. കമ്പനി ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും WHOIS റെക്കോർഡുകളിൽ ഇത് റിലയൻസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് സൂചന. ഇത് പ്രകാരം മുകേഷ് അംബാനി നേതൃത്വം നൽകുന്ന വയാകോം 18 മീഡിയയ്ക്കാണ് ഈ ഡൊമൈനിന്റെ അവകാശം. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കും നിയമപരമായ തർക്കങ്ങൾക്കുമാണ് ഇതോടെ വിരാമമായത്. രണ്ട് വലിയ ബ്രാൻഡുകളായ റിലയൻസ് ജിയോ, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ എന്നീ ബ്രാൻഡുകൾ ചേരുന്ന ഡൊമൈന് ഡൽഹിക്കാരനായ ഒരു ടെക്കിയാണ് ആദ്യം സ്വന്തമാക്കിയിരുന്നത്. തന്റെ പഠനത്തിനായി 1 കോടി രൂപയാണ് ഇദ്ദേഹം റിലയൻസിനോട് ആവശ്യപ്പെട്ടിരുന്നത്. റിലയൻസ്, വയാകോം 18 എന്നീ കമ്പനികൾക്ക് ഡൊമൈൻ നൽകാമെന്നും തന്റെ കേംബ്രിഡ്ജിലെ പഠനത്തിന് ആവശ്യമായ തുക നൽകണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടതോടെയായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ നിയമപരമായ സമ്മർദ്ദം ഏറിയപ്പോൾ ഇത് ഉപേക്ഷിക്കാൻ ഇദ്ദേഹം നിർബന്ധിതനായെന്നാണ് പിന്നീട് റിപ്പോർട്ടുകൾ. പിന്നീട് ഇത് ദുബായിലെ 2 സഹോദരങ്ങളുടെ കൈവശവും എത്തിയിരുന്നു.